നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷയിൽ നിന്നും മണലിപ്പുഴയിലേക്ക് തെറിച്ചു വീണ യുവാവ് മരിച്ചു. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ മർദ്ദിച്ച സംഘത്തിലുണ്ടായിരുന്ന സീനിയർ CPO ശശിധരന്റെ തൃക്കൂർ മുട്ടൻസിലെ വീട്ടിലേക്ക് കോൺഗ്രസിന്റെയും പ്രതിഷേധം. ശക്തമായ മഴ പ്രവചിച്ചതിനെ തുടർന്ന് തുറന്ന ചിമ്മിനി ഡാം ഷട്ടറുകൾ അടച്ചു. കൊടാലി മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന റാലി സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷയിൽ നിന്നും മണലിപ്പുഴയിലേക്ക് തെറിച്ചു വീണ യുവാവ് മരിച്ചു. പുലക്കാട്ടുകര സ്വദേശി കുടിയിരിക്കൽ വീട്ടിൽ 38 വയസ്സുള്ള നിതീഷാണ് മരിച്ചത്. മണലി ദേശീയപാതയ്ക്ക് സമീപം മണലി കിഴക്കേ കടവിൽ ശനിയാഴ്ച വൈകിട്ട് 3:30 സംഭവം. 4 സുഹൃത്തുക്കൾ മണലിപ്പുഴയിൽ കുളിക്കാൻ എത്തിയതായിരുന്നു. കുളി കഴിഞ്ഞ് തിരിച്ചു പോകുവാനായി സംഘം ഓട്ടോറിക്ഷ പിറകോട്ടെടുക്കുന്നതിനിടയിൽ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. ഇതോടെ ഓട്ടോയിൽ നിന്നും യുവാവ് തെറിച്ചു വീണു. കടവിലെ കോൺക്രീറ്റ് ഭിത്തിയിൽ യുവാവിന്റെ തലയിടിച്ചു. പിന്നാലെ ഓട്ടോറിക്ഷയും നിതീഷിന്റെ ദേഹത്തേക്ക് മറിഞ്ഞു വീണു. ഇതോടെ നിതീഷും ഓട്ടോറിക്ഷയും പുഴയിലേക്ക് മറിഞ്ഞു. യുവാവിനെ സുഹൃത്തുക്കൾ പുഴയിൽ നിന്നും രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഓട്ടോറിക്ഷ ക്രെയിൻ ഉപയോഗിച്ച് പുറത്തെത്തിച്ചു. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പുതുക്കാട് അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തിയിരുന്നു. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ മർദ്ദിച്ച സംഘത്തിലുണ്ടായിരുന്ന സീനിയർ CPO ശശിധരന്റെ തൃക്കൂർ മുട്ടൻസിലെ വീട്ടിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. ശശിധരൻ ഉൾപ്പെടെയുള്ള പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. പോലീസിന്റെ ചട്ടങ്ങളെ പോലീസിന്റെ ചട്ടങ്ങളെ പോലീസിന്റെ ചട്ടങ്ങളെ മുട്ടൻസിൽ നിന്നും ആരംഭിച്ച മാർച്ച് SMS റോഡിലെ ശശിധരന്റെ വീടിന് സമീപം പോലീസ് സംഘം തടഞ്ഞു. തുടർന്ന് മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ നിലയുറപ്പിച്ചു. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് ചാടിക്കടന്ന 2 പ്രവർത്തകർക്ക് പരിക്കേറ്റു. കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റി നടത്തിയ മാർച്ച് DCC സെക്രട്ടറി കല്ലൂർ ബാബു ഉദ്ഘാടനം ചെയ്തു. സന്ദീപ് കണിയത്ത് അധ്യക്ഷനായിരുന്നു. സെബി കൊടിയൻ, അലക്സ് ചുക്കിരി, സുധൻ കാരയിൽ, പോൾസൺ തെക്കുംപീടിക, സുനിൽ മുളങ്ങാടൻ, ഷെന്നി പനോക്കാരൻ, ആൽവിൻ വർഗീസ്, KL ജെയ്സൺ എന്നിവർ നേതൃത്വം നൽകി. സലീഷ് ചെമ്പാറ, റിൻഡോ ജോൺസൺ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ DCC ജനറൽ സെക്രട്ടറി കല്ലൂർ ബാബു, തൃക്കൂർ മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് കണിയത്ത്, DCC ജനറൽ സെക്രട്ടറി സെബി കൊടിയൻ, ബ്ലോക്ക് പ്രസിഡന്റുമാരായ അലക്സ് ചുക്കിരി, സുധൻ കാരയിൽ, KL ജെയ്സൺ, സലീഷ് ചെമ്പാറ, ആൽബിൻ വർഗീസ്, റിൻഡോ ജോൺസൺ, ജയൻ അന്തിക്കാട്ട് എന്നീ 10 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ചാലക്കുടി DYSP PC ബിജികുമാറിന്റെയും പുതുക്കാട് SHO A ആദം ഖാന്റെയും നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹവും സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നു. കോൺഗ്രസിലുണ്ട്. അതുകൊണ്ട് ഓർത്ത് കളിച്ചോ, ഇത് നിനക്കും നിന്റെ കൂട്ടുകാർക്കും നിന്റെ സഹപ്രവർത്തകർക്കുമുള്ള അവസാന വാക്കാണ് ശശിധര. ഓർത്ത് കളിച്ചത് തൃക്കൂരിന്റെ മണ്ണാണ്. അദ്ദേഹത്തെ തൃക്കൂരിന്റെ മണ്ണിലും ഈ നാട്ടിലും ആ കാർത്തിവേക്ഷത്തിലും ബഹുമാനപൂർവ്വം പറയുന്നു, ആ കാർത്തിവേക്ഷത്തിലും ഇവിടെ ഞങ്ങൾ ഈ നാട്ടിലൂടെ ഈ തൃക്കൂരിന്റെ മണ്ണിലൂടെ യൂത്ത് കോൺഗ്രസിന്റെയും മൂവർണ്ണക്കൊടി നിറഞ്ഞ ഈ മണ്ണിലൂടെ നടത്തിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ യോഗത്തിൽ ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ച് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് നമ്മുടെ പിണറായി സർക്കാരിന്റെ പോലീസിന്റെ പണിയാനുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന പോലീസുകാരെയാണ് നമ്മൾ കാണുന്നത്.
കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ മർദ്ദിച്ച സംഘത്തിലുണ്ടായിരുന്ന സീനിയർ CPO ശശിധരനെ പ്രതീകാത്മകമായി ചൂരൽ കൊണ്ടടിച്ച് യൂണിഫോം ഊരിവാങ്ങി ക്രിമിനൽ പട്ടം ചാർത്തി പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ്. യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂർ സെന്ററിൽ നടന്ന സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുശീൽ ഗോപാൽ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി സെബി കൊടിയൻ, ഷെറിൻ, ലിൻഡോ പള്ളിപ്പറമ്പൻ, KS ജോൺസൺ, സിജോ പുന്നക്കര, റെജി ജോർജ്, ഹരൻ ബേബി, പ്രതീഷ്, ജിജോ, റിൻഡോ, രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരു നാട്ടിലെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന, നാട്ടിലെ എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായ കോവിഡ് കാലഘട്ടത്തിലും എല്ലാ പ്രതിസന്ധികളിലും ആ നാട്ടിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കുകയും അവരുടെ പ്രശ്നങ്ങളിൽ ഏറ്റവും വേഗത്തിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരു സാമൂഹിക പ്രവർത്തകനായ, ഒരു രാഷ്ട്രീയ പ്രവർത്തകനായ യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് സ്റ്റേഷനിൽ അനുഭവിക്കേണ്ടി വന്നത്. സ്വാഭാവികമായി നമ്മളെല്ലാം ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പൊതുപ്രവർത്തകനായ ഒരു നാട്ടിലെ വിഷയത്തിൽ ഇടപെട്ടതിന്റെ പേരിൽ സുജിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഇത്തരത്തിൽ മോശകരമായ അനുഭവം പോലീസ് സ്റ്റേഷനിൽ നിന്നുണ്ടായതെന്ന്. ശക്തമായ മഴ പ്രവചിച്ചതിനെ തുടർന്ന് തുറന്ന ചിമ്മിനി ഡാം ഷട്ടറുകൾ അടച്ചു. ശക്തമായ മഴ പ്രവചിച്ചതിനെ തുടർന്ന് തുറന്ന ചിമ്മിനി ഡാം ഷട്ടറുകൾ അടച്ചു. കഴിഞ്ഞ ബുധനാഴ്ചയാണ് സ്പിൽവേ ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതം തുറന്നത്. 3.52 ക്യൂബിക് ജലമാണ് തുറന്നുവിട്ടിരുന്നത്. ശനിയാഴ്ച രാവിലെ 8 മണിയോടെയാണ് ഷട്ടറുകൾ അടച്ചത്. ചിമ്മിനി ഡാമിൽ തിങ്കളാഴ്ച രാവിലെ 8 മണി വരെയുള്ള കണക്ക് പ്രകാരം 73.19 മീറ്ററാണ് ജലനിരപ്പ്. മൊത്തം സംഭരണശേഷിയുടെ 83.64% നിലവിൽ ജലസംഭരണം. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 6 ജലനിരപ്പ് 73.30 മീറ്റർ ആയിരുന്നു. പുലിക്കളി മഹോത്സവത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ 8 ഉച്ചയ്ക്ക് ശേഷം തൃശൂർ താലൂക്ക് പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും സഹകരണ സംഘങ്ങൾ ഉൾപ്പെടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി ആയിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. പുലിക്കളിയുമായി ബന്ധപ്പെട്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി. തിരുവോണ ദിവസത്തിൽ 22 കുടുംബങ്ങൾ ഒരേ വീട്ടിൽ ഒന്നിച്ചുകൂടി ഓണം ആഘോഷിച്ചത് വേറിട്ട കാഴ്ചയായി. ഇല്ലത്തുപറമ്പിൽ ഫാമിലി ട്രസ്റ്റിന് കീഴിലെ മാങ്കുറ്റിപ്പാടം, കടമ്പോട് പ്രദേശങ്ങളിലുള്ള 22 കുടുംബങ്ങളിലെ 60ഓളം പേരാണ് ഒരേ വീട്ടിൽ ഒന്നിച്ചുകൂടി തിരുവോണ സദ്യ ഉണ്ടത്. തുടർന്ന് കുടുംബാംഗങ്ങളുടെ കൈകൊട്ടിക്കളി, കസേരക്കളി, ഡാൻസ്, ഉറിയടി എന്നിവയുമുണ്ടായി. IG രവീന്ദ്രൻ, IK സലീഷ് കുമാർ, IR രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. എൻ്റെ നാട് മറവാഞ്ചേരിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം നടത്തി. എഴുത്തുകാരിയും അധ്യാപികയും രക്ഷാധികാരിയുമായ രാജകുമാരി ഉദ്ഘാടനം ചെയ്തു. രക്ഷാധികാരി പാല അശോകൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ ലിജി കുണ്ടുകുളം, ജനറൽ കൺവീനർമാരായ MS ബിജു, സാബു പായമ്മൽ എന്നിവർ നേതൃത്വം നൽകി. പുത്തൻകാട് ചൈതന്യ ആർട്സ്, സ്പോർട്സ് ആൻഡ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ദേശക്കുമ്മാട്ടിയും ഓണാഘോഷവും സംഘടിപ്പിച്ചു. ദേശക്കുമ്മാട്ടി, പുലിക്കളി, തെയ്യം, നാടൻ കലാരൂപങ്ങൾ തുടങ്ങിയവ വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ നിറഞ്ഞാടി. വിവിധ നിശ്ചല ദൃശ്യങ്ങളും ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി. തുറവ് കൂട്ടായ്മയുടെ ഓണാഘോഷവും അവാർഡ് ദാനവും ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 തെക്കേത്തുറവ് SNDP ഗുരുമന്ദിരത്തിൽ നടത്തും. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്യും. വർഗീസ് തെക്കേത്തല അധ്യക്ഷത വഹിക്കും. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും കലാകാരന്മാരെയും ചടങ്ങിൽ ആദരിക്കും. കോടാലി മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന റാലി സംഘടിപ്പിച്ചു. മഹല്ല് ഖത്തീബ് സൈദലവി ഫൈസി, മഹല്ല് പ്രസിഡന്റ് ലത്തീഫ് കൊല്ലേരി, മുഹമ്മദ് റഫീഖ് നുജൂമി, കമറുദ്ദീൻ അസ്ഹരി, സലീം മൗലവി, യാസിൻ യമാനി, മുഹമ്മദ് മണിയാട്ടുകുടി, സനൂബ് പോക്കാക്കില്ലത്ത്, ദിൽഷാദ് പോക്കാക്കില്ലത്ത്, ഹക്കീം കളിപ്പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പുതുക്കാട് ഉടലൂർ കാർത്യായനി ദേവി ക്ഷേത്രത്തിന്റെ ഗേറ്റ് സാമൂഹ്യ വിരുദ്ധർ തകർത്തതായി പരാതി.
ശനിയാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ എത്തിയവരാണ് ഗേറ്റ് നശിപ്പിച്ചതായി കണ്ടത്. മുൻപും സമാന സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നു. സംഭവത്തിൽ പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ ക്ഷേത്ര ഭാരവാഹികൾ പരാതി നൽകി. കലൂർ ആലേങ്ങാട് ഗവൺമെന്റ് എയ്ഡഡ് റബ്ബർ പ്ലാന്റേഴ്സ് സർവീസ് സഹകരണ സംഘത്തിന്റെ നവീകരിച്ച ഓഫീസ് ഞായറാഴ്ച രാവിലെ 9:30 ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്യും. ഗവൺമെന്റ് എയ്ഡഡ് റബ്ബർ പ്ലാന്റേഴ്സ് സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് KT ടോമി അധ്യക്ഷത വഹിക്കും. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ പവന് 640 രൂപയാണ് വർദ്ധിച്ചത്. ഒരു പവൻ സ്വർണത്തിന് 79,560 രൂപയും ഗ്രാമിന് 80 രൂപ വർദ്ധിച്ച് 9,945 രൂപയുമാണ് വിപണി വില. GSTയും പണിക്കൂലിയും ഹോൾമാർക്ക് ഫീസും അടക്കം ഏറ്റവും കുറഞ്ഞത് ഒരു പവൻ ആഭരണത്തിന് 87,000 രൂപയ്ക്ക് മുകളിൽ നൽകണം. 1 ഗ്രാം 916 ഹാൾമാർക്ക് വെള്ളിയുടെ വിപണി വില 133 രൂപയാണ്. ഇനി കാണാം ഇൻഫോടോക്ക്. അരക്കെട്ടിന് ചുറ്റുമുള്ള അധിക കൊഴുപ്പ് കുറയ്ക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് പലരും കരുതുന്നു. വയറിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് നിരവധി രോഗങ്ങൾക്ക് ഇടയാക്കും. ഒരു ഗ്ലാസ് ചെറു ചൂടുള്ള വെള്ളം കുടിച്ചുകൊണ്ട് ദിവസം ആരംഭിക്കുന്നത് ആരോഗ്യത്തെ സംരക്ഷിക്കും. റിപ്പോർട്ട് കാണാം. അരക്കെട്ടിന് ചുറ്റുമുള്ള അധിക കൊഴുപ്പ് കുറയ്ക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് പലരും കരുതുന്നു. വയറിൽ കൊഴുപ്പടിഞ്ഞ് കൂടുന്നത് നിരവധി രോഗങ്ങൾക്ക് ഇടയാക്കും. ശരിയായ പ്രഭാത പാനീയങ്ങളും ഭക്ഷണങ്ങളും മാനസികാവസ്ഥയും ഊർജവും വർദ്ധിപ്പിക്കും. ഇത് ശരീരഭാരം കുറയ്ക്കാൻ മാത്രമല്ല, അടിവയറ്റിലെ കൊഴുപ്പും കുറയ്ക്കുന്നു. ഒരു ഗ്ലാസ് ചെറു ചൂടുള്ള വെള്ളം കുടിച്ചുകൊണ്ട് ദിവസം ആരംഭിക്കുന്നത് മെറ്റാബോളിസത്തിന് ഒരു പ്രധാന ഘടകമാണ്. നിങ്ങളുടെ മെറ്റാബോളിക് നിരക്ക് കൂടുതലായിരിക്കുമ്പോൾ സജീവമായി വ്യായാമം ചെയ്യുന്നില്ലെങ്കിൽ പോലും ശരീരം സ്വാഭാവികമായും കൂടുതൽ കലോറി കുറയ്ക്കുന്നു. ചെറു ചൂടുവെള്ളത്തിൽ അല്പം നാരങ്ങാ നീര് ചേർക്കുന്നത് കരളിനെ ഉത്തേജിപ്പിക്കുകയും ദഹനത്തിന് നിർണായകമായ ദ്രാവകമായ പിത്തരസം ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇത് ദഹനത്തെ എളുപ്പമാക്കുന്നതായി പോഷകാഹാര വിദഗ്ധർ പറയുന്നു. പോഷക സമൃദ്ധവും സമീകൃതവുമായ ഒരു പ്രഭാത ഭക്ഷണമാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിന് പ്രധാനമാണ്. ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്നത് അനാരോഗ്യകരവുമായ ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കുന്നു. രാവിലെ ആദ്യം തന്നെ ഇളം ചൂടുള്ള വെള്ളം കുടിക്കുകയും ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതും ശരീരഭാരം കുറയ്ക്കാൻ മാത്രമല്ല, മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് സഹായകമാണ്. കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും കേരള നഴ്സ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ നൽകിയ 18 മാസം ദൈർഘ്യമുള്ള പുതുക്കിയ ഓക്സിലറി നഴ്സ് മിഡ്വൈഫറി കോഴ്സ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അംഗീകരിച്ച സ്ഥാപനങ്ങൾ നൽകിയ ഓക്സിലറി നഴ്സ് മിഡ്വൈഫറി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കേരള നഴ്സ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ നൽകിയ ഹെൽത്ത് വർക്കേഴ്സ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കേരള നഴ്സ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷനും അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗോ BSc നഴ്സിംഗിൽ ബിരുദമോ യോഗ്യതയായി കണക്കാക്കും. താൽപ്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ചാലക്കുടി ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസിൽ സെപ്റ്റംബർ 10 നടക്കുന്ന വാക്ക്-ഇൻ ഇൻ്റർവ്യൂവിൽ ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ആദ്യ നമ്പർ 0480270610. അടുത്ത നമ്പർ 0480270610. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9,945 രൂപ, പവന് 79,560 രൂപ. വരാക്കര കാളക്കല്ല് ചിക്കിനിക്കരയിൽ ജോർജ് അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ത്രേസ്യാമ്മയാണ് ഭാര്യ. സിസ്റ്റർ ലിസ, സജി, ജോമോൻ, ജോബി, പരേതനായ ജെയ്മോൻ എന്നിവർ മക്കളും ടീന, ആൻറ്റോ, ലിജോ എന്നിവർ മരുമക്കളുമാണ്.
കോടാലി അന്നാമ്പാടം കോച്ചക്കാടൻ അന്തോണി ഭാര്യ ആനി അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷയിൽ നിന്നും മണലിപ്പുഴയിലേക്ക് തെറിച്ചു വീണ യുവാവ് മരിച്ചു. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ മർദ്ദിച്ച സംഘത്തിലുണ്ടായിരുന്ന സീനിയർ CPO ശശിധരന്റെ തൃക്കൂർ മുട്ടൻസിലെ വീട്ടിലേക്ക് കോൺഗ്രസിന്റെയും പ്രതിഷേധം. ശക്തമായ മഴ പ്രവചിച്ചതിനെ തുടർന്ന് തുറന്ന ചിമ്മിനി ഡാം ഷട്ടറുകൾ അടച്ചു. കോടാലി മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന റാലി സംഘടിപ്പിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.